പറയണതൊന്നും നുണയല്ലല്ലോ, സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പക്ക പൊളിറ്റിക്കൽ അല്ലാത്തൊരു സമൂഹമാണ് പുതിയ കാലഘട്ടമാണ് വളർന്നു വരുന്നത്. സ്റ്റേജ് ഒരു ക്ലാസ് റൂമാണ് സത്യത്തിൽ. നമുക്ക് ഓഡിയൻസിനെ കണ്ടറിയും അതെങ്ങനത്തെ ഓഡിയൻസാണ്, അവർക്ക് എന്ത് വേണം എന്നുള്ളത്. ഒരു മനുഷ്യൻ കുറച്ച് ആൾക്കാർ തോന്നിട്ട് വലിയൊരു ക്രൗഡിനെ മൊത്തം ഡാൻസ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്ത് രസമുള്ള കാര്യമാണ്. ആ കനകക്കുന്ന് നടക്കുന്ന പരിപാടിക്ക് ഒരു നീല ഷർട്ട് ഏട്ടൻ അപ്പുറത്ത് കൂടെ അങ്ങനെ വന്നിട്ട് എന്നെ നോക്കിയ സമയത്തിന് മനസ്സിലായി അയാൾ വന്നത് ആ പാട്ടിന് വേണ്ടിയിട്ടാണ്. പേടിക്കുന്നുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും പാട്ടിനെ പല രീതിയിലൊക്കെ. എന്തിനു പാട്ടിനെ പേടിക്കണ ആവശ്യം എന്താ? ആട് പൊന്മയിലേ നാലാങ്കുട്ടം വരും, പാട് പൂങ്കുയിലേ മേളാങ്കുട്ടം വരും, കാവുന്തറയിലല്ലോ കോമരം തുള്ളണത്, വാളും ചലം പണിഞ്ഞ് കോമരം തുള്ളണത്. കൾട്ട് ലൈനോടൊപ്പം ഇന്ന് അതുൽ നെറുകരയാണ്. അതുലിനോടൊപ്പം നമ്മൾ അതുലിൻ്റെ തന്നെ നാട്ടിൽ നെറുകരയിലാണുള്ളത്. പുതിയ വിശേഷങ്ങൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് പുതിയൊരു സിനിമ ഇറങ്ങിയിരിക്കുന്നു. നരിവേട്ടയിലെ പാട്ട് വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അതിനോട് ചോദിക്കാനുണ്ട്. അപ്പം ഈ ആട് പൂമയിലെ എന്ന് പറയുന്ന ഈ പാട്ട് വലിയ തോതിൽ ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അതുലിൻ്റെ പാലാപ്പള്ളിക്ക് ശേഷം വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടൊരു പാട്ടാണ് ശരിക്കും പറഞ്ഞത്. അപ്പം എങ്ങനെയാണ് നരിവേട്ടയിലേക്ക് വരുന്നത്? അത് എത്രത്തോളം പേഴ്സണലാണ്? എങ്ങനെയാണ് ഈ പാട്ടുണ്ടാകുന്നത്? പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. ആദ്യമായിട്ട് ഇതിന്റെ ഭാഗമായതിൽ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം. നരിവേട്ടനെ കുറിച്ച് സൂചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മുൻപ് തന്നെ ജയ്ക്ക് സാറ് അനുരാജ് ഏട്ടനെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുരാജ് ഏട്ടൻ ആദ്യം അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇഷ്ക് സിനിമ കണ്ടിട്ടെങ്കിൽ പോലും ഡയറക്ടറോട് കൂടുതലായിട്ടുള്ള ഒരു പരിചയമല്ല. അപ്പോൾ സാറിങ്ങനെ അന്ന് തന്നെ ജയ്ക്ക് സാർ അന്ന് നരിവേട്ട എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നുണ്ട്, അപ്പൊ അതിലുള്ള പാട്ടുകളൊന്ന് ഒരു നരിനൂക്കുമായി ബന്ധപ്പെട്ട അതിലൊരു ആവശ്യമുള്ള ഒരു ഭാഗം വരുന്നുണ്ട്. അപ്പൊ പിന്നെ ജയ്ക്ക് സാറല്ല സംസാരിച്ച് നമ്പർ തന്നിട്ട് അനുരാജ് ചേട്ടനെ വിളിച്ചു നോക്ക്, കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അത് ഒരുപാട് മുൻപാട്ടോ, ആ സിനിമയുടെ ഒരുപാട് മുൻപ്. അപ്പൊ അന്ന് സംസാരിച്ച സമയത്തും മുതൽ തന്നെ നമ്മൾ പാരലായിട്ട് ഈ കാര്യങ്ങളും കഥേനെ കുറിച്ചൊക്കെ അനുരാജ് ചേട്ടൻ നമ്മളൊരു ഏട്ടന്റെ പോലെയാ, എന്താണ് അങ്ങനെ സംസാരിക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്നൊന്നും പിന്നെ ഇത് എങ്ങനെയാണ് ഒരു സിനിമയിലേക്ക് എത്തി. അപ്പോൾ നമ്മളെ ചിലപ്പോൾ ആദ്യമൊക്കെ അവർക്ക് ആവശ്യം ഉണ്ടായി തോന്നും, സ്ക്രിപ്റ്റ് രണ്ടാമത് എടുത്ത് കഴിയുമ്പോൾ പിന്നെ ചിലപ്പോൾ വേണ്ടാന്ന് തോന്നും പാട്ട്, അങ്ങനെയൊക്കെ തോന്നാലോ. അപ്പം അന്ന് സംസാരിച്ച സമയത്ത് തന്നെ ഞാനിത് അന്വേഷിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ആ പാട്ടിൻ്റെ ബാക്കി കാര്യങ്ങളും ഒക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള. പിന്നെ അതങ്ങനെ സംഭവിച്ചു, ഷൂട്ടിങ്ങിൻ്റെ ആയി, പിന്നെ സാറ് ചോദിക്കൽ തുടങ്ങി, പിന്നെ കറക്റ്റ് അതിൻ്റെ ഒരു പാട്ടായി, പിന്നെ അത് ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഈ പാട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ പാട്ട് എങ്ങനെയാ? അതിൽ പൂർണ്ണമായിട്ട് എഴുതിയ പാട്ടാണോ? അതെങ്ങനെയാ വർക്ക് ചെയ്തത്? അതിൽ ഒരു സംശയമുണ്ട്. അതിന്റെ ക്രെഡിറ്റ് ലിസ്റ്റിൽ എന്താ ലിറിസിസ്റ്റിൽ 3 ആൾക്കാരെ പേരുണ്ട്. ഒന്ന് ഹരിനാരായണേട്ടൻ, പിന്നെ ഒന്ന് എൻ്റെ പേരുണ്ട്, പിന്നെ പുലയ ട്രഡീഷണൽ ആയിട്ടുള്ള. അപ്പൊ അതില് അവിടെ വയനാട് ജില്ലയിലെ പുലയ കമ്മ്യൂണിറ്റിയിൽ, അല്ലെങ്കിൽ വയനാട് പുലയ കമ്മ്യൂണിറ്റിയിലുള്ള കുറെ ആൾക്കാർ നമ്മളെ അടുത്ത സുഹൃത്തുക്കളാണ്. കുറെ രാജേഷ് ഏട്ടൻ, പിന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ഒരാൾക്കാർ. അപ്പൊ അങ്ങനെ നമുക്ക് അവിടെ വേറെയും കുറെ സുഹൃത്തുക്കളുണ്ട്, രമേശ് ഏട്ടൻ, ഉണർവിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോൾ അവസാനം ഈ ഒരു പാട്ടിലേക്ക് എത്തും. ഞാൻ അതിന് മുൻപ് ഇത് കേട്ടിട്ടുണ്ട്, എന്താണ് ചില ഒരു മത്സരത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് കുറച്ച് വരികൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് അങ്ങനെ എനിക്ക് അറിയാം. അപ്പൊ അത് അന്വേഷിച്ച് പോയപ്പോഴാണ് അതിന്റെ ഒറിജിൻ കിട്ടുന്നത്. ഇതില് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം കേട്ടപ്പോൾ ഇത് നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഈ നരിയോം എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ വരുമ്പോ ഈ നരി ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് അവിടെ, ആ ചടങ്ങിന്റെ ഭാഗമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ നേരത്തെ ഉള്ള പാട്ടാണെങ്കിൽ ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആണല്ലോ, ഈ ചടങ്ങ് വരുന്നു ഈ പാട്ട്. അപ്പൊ അത് ശരിക്കും അങ്ങനെ അല്ലല്ലോ, എഴുതിയതല്ലേ? സെക്കൻഡ് പോർഷൻ, പിന്നെ ആദ്യത്തെ പോർഷൻ ഒരു സ്ലോ പോർഷൻ അതിന്റെ ചേട്ടൻ വേണമെന്ന് പറഞ്ഞു. സെക്കൻഡ് പോർഷൻ പിന്നെ അവിടെ ഒരു എന്താണ് ഒരു നരബലിയാണ്, അവിടെ ഒരു ബലി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനത്തെ ഒരു സാധനമാണെന്ന് പറഞ്ഞു. പിന്നെ അത് ഞാൻ പിന്നെ പണ്ട് എഴുത്ത് പരിപാടികളൊക്കെ ഉണ്ട്, ഞാൻ MT വാസുദേവൻ സാറുടെ നെറ്റ്ഫ്ലിക്സിൽ അതിലെഴുതിയിട്ടുണ്ട്, അങ്ങനെ സന്തോഷ് സാർ വഴി. പിന്നെ അതുമല്ല അല്ലാതെയും ചെറിയ എഴുത്ത് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അത് പിന്നെ നമ്മൾ തന്നെ ഇരുന്ന് എഴുതി. പിന്നെ അത് കറക്റ്റ് പറഞ്ഞു തന്നു, ഇങ്ങനെ ഓടുമായിരിക്കും. അപ്പൊ അങ്ങനെ അക്കരക്കുന്ന് ഇക്കരക്കാട് ചക്കരത്തോട് പാറമേട് ചേരിക്കുന്ന് കേറി വന്ന ചിന്നത്താമര നരിയോ, അങ്ങനെ അത് വരുന്ന വരവൊക്കെ പാടിത്തരാൻ പറ്റുമോ? അവര് കറക്റ്റ് നരിയോന്തര 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 നരിയോ നരിയോന്തര 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 നരിയോ, അക്കരക്കുന്ന് ഇക്കരക്കാട് ചക്കരത്തോട് പാറമേട് ചേരിക്കുന്ന് കേറി വന്ന ചിന്ന താമര നരിയോ, മൂടുന്നോര് നിലങ്ങുന്നോര് കാട് കേറി അളരുന്നോര് കാട്ടുവേട്ട കേറി വന്ന കാട്ടുവേട്ട നരിയോ, നരിയോന്തര 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 നരിയോ നരിയോന്തര 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 നരിയോ.
കുറച്ച് വരികൾ. ഇതിപ്പോ ഒരു പാട്ട് പാടുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ആദ്യത്തെ പോർഷൻ മറ്റൊരാൾ എഴുതിയിരിക്കുന്നത്, ഇപ്പൊ ബി കെ ഹരിനാരായണനെ പോലെയൊക്കെയുള്ള ആളുകളാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പുറത്ത് നമ്മൾ എഴുതിയ പോർഷൻ ഉണ്ട്. പക്ഷെ ഒരു പാട്ട് പാടുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയ ചില പോർഷൻസ് ഉണ്ടാവില്ലേ? അതായത് ഇപ്പൊ എനിക്ക് ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ഈ പൂവോ 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 നല്ലൊരു ആ പോർഷൻ ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഹുക്കിംഗ് ആയിട്ട് തോന്നിയൊരു. അങ്ങനെ പാടുന്ന സമയത്ത് നമുക്ക് പേഴ്സണൽ ഹുക്കിംഗ് ആയ പോർഷൻസ് ഉണ്ടാവില്ലേ? അതിന്റെ ആദ്യത്തെ പോർഷൻ ഒന്നുകൂടി ഭംഗി, കാരണം അതിലൊരു സാഗ് ഉണ്ട്. പിന്നെ അങ്ങോട്ട് ഒരു ഹൈലേക്ക് പിന്നെ ഹൈലേക്ക് പോവാ. എനിക്ക് ഞാൻ എഴുതിയ പോർഷനെക്കാട്ടിയും കൂടുതൽ തന്നെ ആദ്യത്തെ പോർഷൻ ഒന്നുകൂടി ഭംഗിയുള്ള, അത് നല്ലൊരു രസമുള്ളതാണല്ലോ. കേട്ട ആൾക്കാരൊക്കെ ഒരാദ്യ കേൾവി തന്നെ, ഇപ്പൊ പാലാപ്പള്ളി പാട്ട് ആദ്യം ഇറങ്ങിയ സമയത്ത് തന്നെ ആദ്യം കേട്ടപ്പോ തന്നെ നമ്മളെ വിളിച്ചിരുന്നു. യൂട്യൂബിലൊക്കെ ഇറങ്ങിയ സമയത്ത് അങ്ങനെ ഷെയറിങ് പോവാ. അപ്പൊ അത് നമ്മള് ഒരാള് വിചാരിച്ച് നമ്മൾ മാനസികമായിട്ടേ നമ്മളത് ഷെയർ ചെയ്യേണ്ടി വരികയാണ്. ഇതൊരാൾക്കും കൂടി കേൾപ്പിച്ചു കൊടുക്കണം, അത് രസമുണ്ടല്ലോ. അപ്പൊ അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു എലമെന്റ് സിനിമയിലോ പാട്ടിലൊക്കെ സംഭവിച്ചാൽ മാത്രമാണ് അത് അങ്ങനെ ഹിറ്റായി മാറുള്ളൂ. അതൊരു കോയിൻസിഡൻസ് ആയിട്ട് സംഭവിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ അങ്ങനെ അത് എന്തായാലും വർക്കാവും ഹിറ്റാവും എന്ന് കരുതി ഇറങ്ങുന്ന സാധനമായിരിക്കില്ല ചിലപ്പോൾ വർക്കാവുക. അപ്പൊ അതേപോലെ അങ്ങനെ ഷെയർ ചെയ്യപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ആദ്യത്തെ പോർഷനാണ്. കുറെ പേര് വിളിച്ച് ആദ്യത്തെ പോർഷൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഞാനത് നമ്മളെ മിക്സിങ്ങും ഒക്കെ കഴിഞ്ഞ് പാട്ട് കിട്ടിയപ്പോ തന്നെ കേക്ക് നോക്കുമ്പോ നല്ലൊരു രസമുള്ളതായി തോന്നി. പക്ഷെ എനിക്കൊന്ന് തിയേറ്ററിൽ അത് ഭയങ്കര വിഷ്വല് വരുമ്പോ ഭയങ്കര രസമുള്ള. പിന്നെ സിനിമ അത്യാവശ്യം ചർച്ചയായല്ലോ. അപ്പൊ സിനിമ ചർച്ചയായി, അപ്പൊ സിനിമ കാണാൻ പോണവരൊക്കെ പാട്ടും കാണുന്നുണ്ട്. അപ്പൊ അതും കൂടി എനിക്ക് ചോദിക്കേണ്ടത്, അതായത് സിനിമയുടെ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടാണ്. പ്രത്യേകിച്ച് 10-22 വർഷം മുമ്പ് സംഭവിച്ച ഒരു വലിയ മനുഷ്യത്വ വിരുദ്ധതയെ അടയാളപ്പെടുത്തുന്ന സിനിമയാണ് മുത്തങ്ങ സമരം പോലെ ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് അതുലിന്റെ പാട്ടുകളെല്ലാം തന്നെ പൊളിറ്റിക്കലായ പാട്ടുകളാണ്. അതിൽ എന്താ പറയാ, പാട്ടിലൂടെ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ ഒരു പ്രത്യേക പൊളിറ്റിക്സ് ആണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നരിവേട്ട പോലെ ഒരു സിനിമ വരുന്നു, അതിന്റെ പ്രമേയം മുത്തങ്ങ സമരമാണ് എന്ന് കൂടി കേൾക്കുന്ന സമയത്ത് ഒരു പേഴ്സണൽ അടുപ്പം അതിനോട്, അല്ലെങ്കിൽ നമ്മുടെ മാക്സിമം കൊടുക്കണം എന്നൊക്കെയുള്ള സാധനം. അതെങ്ങനെയായിരുന്നു ഇതാണ് അതിന്റെ പ്രമേയം എന്ന് പറയുന്ന സമയത്ത്? അതെ, സത്യത്തിൽ ഇങ്ങനത്തെ വർക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പൂർണ്ണമായിട്ട് എത്തുന്നുണ്ടോ ചോദിച്ചാൽ അങ്ങനെ ഇല്ല. ഞാൻ ചിലവരെ കണ്ടിട്ടുണ്ട് വർക്ക് ചെയ്യേണ്ടി വരിക എന്നുള്ള രീതിയിൽ. പക്ഷെ ഇതൊരു പറഞ്ഞ പോലെ തന്നെ വളരെ ആദർശികമായിട്ട് അങ്ങനത്തെ ഒരു കഥ, അങ്ങനത്തെ ഒരു മനുഷ്യൻ, അത് ഞാനെപ്പോഴും പറയുമ്പോൾ നമ്മളതിൽ കണക്ട് ചെയ്തിരുന്ന ജയ്ക്ക് സാർക്കാണ് കൂടുതലൊന്നും കൂടി നമുക്ക് അതിനെക്കുറിച്ച് ഒരു കാര്യം എന്താണെന്നറിയോ? അതായത് ഇപ്പൊ ഞാൻ നോക്കുമ്പോ എന്താന്ന് വെച്ചാൽ അതില് ജെയ്ക്സ് ബിജോയുടെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതായത് മനോരഥങ്ങൾ മുതൽ ഇങ്ങോട്ട് പുഴുവിലാണെങ്കിലും കടുവയിലാണെങ്കിലും കുമാരി, ഇപ്പൊ നരിവേട്ടയാണെങ്കിലും എല്ലാത്തിലും ജെയ്ക്സ് ബിജോയ് എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. അപ്പോ ഈ സംവിധായകൻ ജെയ്ക്സ് ബിജോയ് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് മ്യൂസീഷ്യൻസിൽ ഒരാളായിട്ട് ഒരു പക്ഷെ അതിൽ വേണമെങ്കിൽ പറയാം. സാറ് ഞാൻ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം കിടിലൻ ഒരു. ഞാൻ കൂടുതൽ മ്യൂസിക് ഡയറക്ടർ ആൾക്കാരെ നമുക്ക് അറിയില്ലെങ്കിൽ പോലും സാറെ സംബന്ധിച്ചിടത്തോളം സാറ് കൂടുതലായിട്ട് അതിൻ്റെ ഉള്ളിലാ എപ്പോഴും. ഞാൻ അതാണ് ഇപ്പൊ സാറിന് മൾട്ടി അല്ലെങ്കിൽ ഒരുപാട് സിനിമകളൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ കരുതും വേറൊരു വർക്ക്. പക്ഷെ സാറിന്റെ എല്ലാ പടവും ഇപ്പൊ കണ്ടില്ലേ, ബാക്കിയുള്ള മ്യൂസിക് കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കണ സാറ് കുറച്ച് മുൻപ് 4 വർഷം മുൻപ് അതിഗംഭീരമായി ചെയ്യുന്നു. ഇപ്പോഴും ഉഷാറായിട്ട് നരിവേട്ടയിലെ ആണെങ്കിൽ പോലും അപ്പൊ മിന്നലുകളെയൊക്കെ വൻ ഹിറ്റ് അല്ലേ ഇപ്പൊ എല്ലാ റീലുകളിലും അതന്നെ എല്ലാവരും പാടുന്നത്. അപ്പൊ അത് കിടലനായിട്ട് ചെയ്യാൻ സാർക്ക് കഴിയുന്നുണ്ട്. ഇപ്പൊ സാറുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്, സാറ് ഈ അയ്യപ്പനും കോശിക്കൊക്കെ ശേഷം ഈ ഫോക്ക് നാഷണൽ അവാർഡ് വരെ കിട്ടിയല്ലോ നഞ്ചിയമ്മയ്ക്ക്. അപ്പൊ അത്തരത്തിൽ പിന്നെ സാർക്ക് വരുന്ന ഫോക്ക് സിനിമകളൊക്കെ വരുന്ന സമയത്ത് ഞാൻ പിന്നെ ഫോക്ലോറിൽ റിസർച്ചും ബാക്കി പരിപാടികളും പിന്നെ സാറ് ചോദിക്കുന്ന സാധനമൊക്കെ ഞാൻ എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട് കുറച്ചെങ്കിലും ഒക്കെ. അപ്പൊ സാർക്ക് അത് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് അങ്ങനെ വലിയൊരു സൗഹൃദ സംഭാഷണമൊന്നുമില്ല ഇടയിൽ. എങ്കിൽ പോലും ആവശ്യത്തിനൊക്കെ സാറ് വിളിക്കും. സാറ് കൊച്ചിക്ക് വരണം എന്ന് പറയുമ്പോൾ പോയി കാണും, സാറുടെ ആവശ്യം പറയും. എന്നാലും നമ്മളെ നല്ല സപ്പോർട്ടാണ് മൊത്തത്തിൽ. കാരണം ഞാനിപ്പോ പാടിയ കുമാരിയാണെന്നുണ്ടെങ്കിലും പുഴുവാണെന്നുണ്ടെങ്കിലും മനോരഥങ്ങളില് അഭയം തേടി വീണ്ടും, പിന്നെ ഇപ്പൊ നരിവേട്ടൊക്കെ ആണെങ്കിലും ഞാൻ പാടിയ 4-5 സിനിമകളിലൊക്കെ സാറ് തന്നൊരു സ്പേസാ. അതെ, അത് മാത്രമല്ല കൃത്യമായി നോട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആ പാട്ടുകളാണ്. അതുപോലെ അതായത് ഇപ്പോൾ പല മീഡിയങ്ങളിൽ ഇപ്പോൾ അതിൽ നിൽക്കുന്നുണ്ടല്ലോ. അതായത് അതിലൊരു പെർഫോമറാണ്, മീൻസ് സ്റ്റേജിൽ അസാമാന്യമായ ആളുകളെ കയ്യിലെടുക്കുന്ന ഒരു പെർഫോമറാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നാടൻ പാട്ടിൽ റിസർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പുറത്ത് എന്താ പറയുക, പ്ലേ ബാക്ക് സിംഗിങ് എന്ന് പറയുന്ന ഒരു മേഖലയിലും കൂടി സജീവമായിട്ടുണ്ട്. എല്ലാം ഉണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് അതിനെ? സത്യത്തിൽ ഈ കോവിഡിന് ശേഷം അത് ലൈഫ് സ്റ്റൈലിൽ മാത്രമല്ല ആൾക്കാരുടെ ഒരു എന്റർടൈൻമെന്റ് സിസ്റ്റത്തിന് മാറിയിട്ടുണ്ട്. അതായത് പുതിയ കാലഘട്ടങ്ങളിൽ ഇപ്പൊ ഞാൻ മോശം പറയല്ല, റാപ്പ് സംഗീതത്തിന് കൂടുതലായിട്ട് തെക്ക് ഭാഗത്തൊക്കെ അമ്പലങ്ങളിൽ 5 ദിവസത്തിന്റെ ആഘോഷമാണെങ്കിൽ അതിൽ ഒരു സ്പേസ് ഇപ്പൊ റാപ്പ് സോങ്ങിനായി.
ഇപ്പൊ ഫെജോ അല്ലെങ്കിൽ വേടനൊക്കെ വന്നിട്ട് ഒരു ദിവസം പെർഫോം ചെയ്യാന്നുള്ള രീതിയിലായി. അവിടെ ഒരു ബാൻഡുകൾ വന്നു. അതായത് ബാലയും ഗാനമേളകളും നാടൻ പാട്ടുകളും മാത്രം ഉണ്ടായിരുന്ന പല അമ്പലങ്ങളിലും ഇങ്ങനെ ചിന്തിക്കൽ തുടങ്ങിയ മനുഷ്യര്. അത് വലിയൊരു കാര്യമാണ്. അപ്പൊ എന്താ അറിയോ, കുട്ടികളൊക്കെ അവര് അമ്പല കമ്മിറ്റിയുടെ ഭാഗമായി വരൽ തുടങ്ങി. അപ്പൊ അവരുടെ ഒരു താല്പര്യമല്ലേ. അപ്പൊ ഞാൻ ഫോക്ലോർ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ്, ഫോക്ക് നിലനിന്ന് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ചില മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ ഇപ്പോൾ കേരളത്തിൽ 1000-ൽ കൂടുതൽ നാടൻ പാട്ട് സംഘങ്ങളുണ്ട്. ഓരോ ജില്ലകളിലും എത്രയോ ഉണ്ട്. അവരൊക്കെ ഒരുപാട് വേദികൾ ചെയ്യുന്നുണ്ട്. ഒരു വർഷം ഒരു സീസണിൽ അത്ര പരിപാടികളാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ പരിപാടികൾ ചെയ്യണമെങ്കിൽ പോലും വലിയൊരു മെയിൻ സ്ട്രീമിൽ, ഒരു ഫ്ലീ ഫെസ്റ്റില്, ഒരു ടെക് ഫെസ്റ്റില്, അതുപോലെ തന്നെ വലിയൊരു സ്റ്റേജുകളിലേക്ക് എത്തുന്നുണ്ടോ ചോദിച്ചാൽ ഒരു ചെറിയൊരു സംശയമാണ്. അത് നമ്മളൊന്നുകൂടി അപ്ഡേറ്റ് ആവേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയുന്നതാ. നമ്മുടെ പാട്ടുകളാണെങ്കിൽ പോലും ഈ അക്കോസ്റ്റിക് സാധനങ്ങളൊക്കെ നിലനിർത്തിയിട്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സൗണ്ടിങ്ങിലൊക്കെ പലപ്പോഴും മാറ്റം കുറച്ചുകൂടി വരുത്തി കഴിഞ്ഞാൽ മാത്രമാണ് വലിയൊരു വേദിയിലേക്ക് എത്തുള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നാട്ടിലുള്ള കുറച്ച് കുട്ടികളൊക്കെ ബാക്കിയുള്ളവർ നമ്മളെ ചെക്കന്മാരൊക്കെ വെച്ചിട്ട് നമ്മളൊരു ബാൻഡ് എന്നുള്ള സെറ്റപ്പിൽ തെക്ക് ഭാഗത്തൊക്കെ എന്നോ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്നുമല്ല ആദ്യം ചെയ്യണത്. നാടൻ പാട്ടുകൾ ആദ്യം മാറ്റം വരുന്നത് കേരളത്തിന്റെ തെക്ക് ഭാഗത്താണ്. പത്തനംതിട്ട, കൊല്ലം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലൊക്കെ അവരാദ്യം ചിന്തിച്ചു. അവരൊക്കെ PS ബാനർജി, താരക പെണ്ണാളൊക്കെ പാടിയ അവരുടെയൊക്കെ ടീമുകൾ ആദ്യം ഡ്രംസും ബേസ് ഗിറ്റാറും ഒക്കെ ഉണ്ട്. പക്ഷേ മലബാർ, നമ്മുടെ ഈ മധ്യ കേരളത്തിലേക്കൊക്കെ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് അത് എത്തുള്ളൂ. ഇപ്പൊ എല്ലാവരും ഡ്രംസ് ഒക്കെ ആയി. അപ്പൊ അങ്ങനെ നേരത്തെ കലാഭവൻമണിയിലൊക്കെ മണിച്ചേട്ടൻ അക്കോസ്റ്റിക് സാധനങ്ങൾ മാത്രം വെച്ചിട്ടല്ലോ ചെയ്തിരുന്നത്. ഒരു ഗാനമേള സെറ്റപ്പിന്റെ ഒപ്പല്ലേ, ഒരു റിതം ബേഡും ഗിറ്റാറും ഒക്കെ കീബോർഡൊക്കെ വെച്ചിട്ടാണല്ലോ ചെയ്തിരുന്നത്. അപ്പൊ ആ രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനൊന്നും കൂടി ഒരു വേൾഡ് വൈഡ് ആയിട്ട് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരു പോപ്പുലർ ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടും. നമ്മള് അത് കരുതിയിട്ട് ഈ ഫോക്ക് മേഖലയിൽ മാത്രം ചെയ്യുന്നവർ മോശമാണെന്നല്ല പറയണത്. ഞാനും അത്തരത്തിൽ നമുക്ക് സോളോ ഫോക്ക് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അത് അക്കോസ്റ്റിക് മാത്രം, പ്രോപ്പർ ട്രഡീഷണല്. ഫോഗ്രാഫർ ലൈവ് എന്നുള്ളത് നമ്മളൊരു ബാൻഡ് ടൈപ്പ്. അപ്പൊ ഇഷ്ടപ്പെടുന്നതൊക്കെ അവർക്ക് വേണ്ടി കൊടുക്കാൻ കഴിയണം. അപ്പൊ അങ്ങനെ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടും നമ്മൾ പിന്നെ തോറ്റു പോകരുതല്ലോ. അതെ. ഇപ്പൊ ഫോഗ്രാഫറെ പറ്റി പറഞ്ഞല്ലോ, അത് പിന്നീട് വന്നൊരു ആശയവും ഒക്കെ ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു വളർച്ച എങ്ങനെയായിരുന്നു? അതിന്റെ ഒരു ജേണി എന്താ? അത് ഞാൻ പാട്ടൊന്നും പഠിക്കാത്ത ഒരാളാ. നമ്മൾ ഈ ചെറുപ്പം മുതൽ ഈ നാടൻ പാട്ടുകളൊക്കെ ആയിട്ട് നടക്കുന്നതല്ലേ. അപ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം അനിവാര്യമാണ് എന്നുള്ളത് മനസ്സിലായ സമയത്ത് നമുക്കത് പഠിക്കല്ലാതെ വേറെ നിർത്തിയില്ല. അപ്പോൾ മെല്ലെ പാട്ടെഴുത്തും പാട്ട് മ്യൂസിക് ചെയ്യലും പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ അങ്ങനെ മെല്ലെ. അപ്പോൾ തന്നെ നാട്ടിൽ നിന്ന് തന്നെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ ഞാൻ അങ്ങനെ പാരലായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാന്നുള്ളത് ഇങ്ങനെ അപ്പോൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ചിലതൊക്കെ അങ്ങനെ സംഭവിച്ചു പോകണമല്ലോ നമ്മള്. അപ്പൊ ആ സമയത്ത് പിന്നെ അത് കറക്റ്റ് നമുക്ക് വേണ്ട. ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ഡ്രം വായിക്കാനുള്ള ആളായാലും ഡ്രമ്മർ ആയാലും ഗിറ്റാറിസ്റ്റ് ആയാലും ഒക്കെ നമുക്ക് തൊട്ടടുത്ത് തന്നെ പ്രൊഫഷണൽ ആയിട്ട് അത്യാവശ്യം നന്നായി ക്വാളിറ്റിയിൽ ചെയ്യുന്ന ആൾക്കാരെ കിട്ടി. പിന്നെ അവരെ വെച്ച് അങ്ങനെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ചെയ്തു. അതിന് വലിയൊരു ടൈം ഒന്നും എടുത്തില്ല. 1 വർഷം കൊണ്ട് സ്റ്റേജ് കയറി. അതിന് നല്ല റെസ്പോൺസും പെട്ടെന്ന് അതിനാണ് കൂടുതൽ റെസ്പോൺസ്. കാരണം പൊതുവേ ഞാൻ എപ്പോഴും പറയുന്നതാണ്, കൂടുതൽ ബാൻഡുകളും നാടൻ പാട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. നാടൻ പാട്ടുകളില്ലാത്ത ബാൻഡില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ചിത്താരേച്ചിയുടെ എടുത്താലും ബാക്കിയുള്ള എല്ലാ ബാൻഡുകളും എടുത്താലും, ഇപ്പൊ അവിയല്, തൈക്കുടം ഒക്കെ ഫോക്കില്ലേ. അപ്പൊ അവര് ഒരു ക്രൗഡ് പുള്ളിംഗ് ഒക്കെ ആയിട്ട് ഫോക്കിനെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മള് ഫോക്ക് മാത്രമായിട്ട് എന്തുകൊണ്ട്? നമ്മള് ഫോക്ക് മാത്രമല്ലോ, സിനിമ പാട്ടൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ. കൺസേർട്ട് ഒന്നും ഇല്ലെങ്കിലേ അതില് ഫുൾ ടൈം സ്വന്തം നാട്ടില് നറുകരയില് ഈ പാടത്തും ഈ നാട്ടിലൊക്കെയാണ്. അതെ. അപ്പോ സാധാരണഗതിയില് ഒരു ബാൻഡ് അതിന്റെ ഒരു ഫ്യൂച്ചർ ആ രീതിയിൽ ബിൽഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സിനിമ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊഫഷണലായി കൂടി സമീപിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഈ ഇൻഡസ്ട്രി നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് മാറാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അതിലിവിടെ തന്നെ നിൽക്കുകയാണ്. എന്തെങ്കിലും പ്രോഗ്രാംസ് ഉള്ളപ്പോൾ മാത്രം ട്രാവൽ ചെയ്യുക, തിരിച്ചു വീണ്ടും നറുകരയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. എന്തുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കണം എന്ന് തോന്നുന്നു? അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ഇൻഡസ്ട്രി സ്വപ്നങ്ങളൊന്നുമില്ലേ അതിന്? അല്ല, എന്താണ്, ഞാനങ്ങനെ കുറെ സ്വപ്നം കണ്ടിട്ട് വന്ന ഒരാളൊന്നുമല്ല. ആദ്യം ഈ സിനിമയുടെ ഭാഗമാവുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഉണ്ടല്ലോ, നമുക്കൊരു ഗോഡ് ഫാദർ അങ്ങനത്തെ ഒരാളൊന്നുമില്ല. ഇപ്പോൾ സിനിമയുടെ ഭാഗമായിട്ട് വരുന്ന ആൾക്കാരെ ഒപ്പം പിന്നീട് പിന്തുടർന്ന് പിന്നെ അതിന്റെ ഭാഗം അങ്ങനെയൊന്നുമില്ല. നമ്മൾ നമ്മുടെ ഒരു സ്പേസ് കണ്ടെത്തിയത് അത്യാവശ്യം നന്നായി പണിയെടുത്തിട്ട് തന്നെയാണ്. അതായത് കൃത്യമായിട്ട് നമുക്ക് പാട്ടായാലും പരിപാടികളായാലും ഇതാണ് നമ്മളൊരു മനുഷ്യണ്ടല്ലോ, അവസാനം ഇതാണ് എൻ്റെ സ്പേസ് റിയലൈസ് ചെയ്യണ ഒരു സമയം ഉണ്ടാവുമല്ലോ. അത് വല്ലാത്തൊരു
സമയമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് തിരിച്ചറിഞ്ഞത് എൻ്റെ നാട്ടും പുറത്തു നിന്നും നമ്മളെ പഠിപ്പിച്ച കുറേ ആൾക്കാരെയാണ് നോക്കാം. അപ്പോൾ ഇവിടുന്ന് മാറാൻ നമുക്ക്, പിന്നെ നമ്മളെ പോലെ പാടാനും പറയാനും ഒക്കെ കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ട് നാട്ടിലായാലും. അപ്പം ഇവർക്കൊക്കെ നമ്മളൊരു മോട്ടിവേഷൻ, കുറച്ച് നമ്മളെ പരിപാടികളൊക്കെ ആയിട്ട് എല്ലാവരും ഒപ്പം കൂടുക. ബാൻഡിലുള്ള എല്ലാവരും നാട്ടിലുള്ളവർ, എല്ലാവരും ചുറ്റുവട്ടത്തുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യണത്. എന്നിട്ട് പരിപാടികൾ പക്ഷേ പുറമേ ആയാലും എല്ലാ സ്ഥലത്തും പരിപാടികളുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ കൊച്ചിയിൽ മാത്രം അങ്ങനെ, ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ വരെ ഹോസ്റ്റലിൽ നിൽക്കാതെ കഴിയുന്നത് എന്നും വീട്ടിലേക്ക് എത്താൻ നോക്കി. നമ്മളെ നാടത്ര കണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിൽ ഈ ആർട്ടിസ്റ്റുകളൊക്കെ സ്വന്തം പേര് പോലും ഒഴിവാക്കിയിട്ട് ഒരു ആർട്ടിസ്റ്റ് നെയിം മാത്രമായിട്ട് വെക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ പേരിൻ്റെ അവസാനം എൻ്റെ നാടിൻ്റെ പേര് വെച്ചിട്ടുള്ളത്. കുറേ ആൾക്കാർ വെച്ചിട്ടുള്ളത്. ഈ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിസ്റ്റ് നെയിമാണ്, വേണമെങ്കിൽ ഇങ്ങനെ മാത്രം അറിയാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു നാടിനെയും കൂടി പുറമേക്ക് എവിടെ പരിപാടിയാണെങ്കിൽ പോലും എന്താണ് സ്വന്തം പേര് പറയണതിനൊപ്പം തന്നെ സ്വന്തം നാടിൻ്റെ പേര് കൂടി പറയുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷമാണ്. ഇത് പറയുമ്പോഴേ ഇപ്പം നമ്മളൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കൊരു സ്ട്രഗ്ലിംഗ് ഫേസ് എന്തായാലും ഉണ്ടാവില്ല. കാരണം ഇത് അത്ര സുരക്ഷിതമായ ഒരു മേഖലയല്ല. എന്നുവെച്ചാൽ ആ രീതിയിലാണ് സമൂഹം തന്നെ ഇതിനെ കാണുന്നത് എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പൊ അതില് സ്കൂൾ കലോത്സവങ്ങളിലൂടെ തുടങ്ങുന്നു, അല്ലെങ്കിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പ്രൈസ് വാങ്ങിക്കൊണ്ട് തുടങ്ങുന്ന ആ സമയത്ത് ഈ പാഷൻ ഉള്ളിലുണ്ടെങ്കിൽ പോലും ഇത് ഒരു പ്രൊഫഷൻ കൂടിയാണല്ലോ ഇപ്പോൾ. അതിനെ സംബന്ധിച്ചിടത്തോളം കൺസേർട്ടുകളൊക്കെ എന്ന് വെച്ചാൽ പ്രൊഫഷണലി കൂടി സിനിമയ്ക്കും ഒക്കെ സംഗീതം കൊടുക്കുന്നുണ്ട് അതിലെന്നുള്ളതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊഫഷൻ കൂടിയാണ്. അപ്പൊ ഇതിന്റെ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ഉണ്ടല്ലോ, അവിടെ നമുക്കൊരു പോയിന്റിൽ തോന്നുമല്ലോ, ഇല്ല ഇത് രക്ഷപ്പെടും, നമുക്കൊരു വഴി വരും, ഒരു വഴി തെളിയും എന്നുള്ളൊരു സാധനം തോന്നുന്നത് എപ്പോഴാ? എല്ലാ മനുഷ്യരും ഉണ്ടല്ലോ ആത്യന്തികമായിട്ട് അവസാനം ആഗ്രഹിക്കുന്നത് സ്വന്തം ഇഷ്ടപ്പെട്ട ജോലി നമുക്ക് ചെയ്യണമെന്നാണ്. ഇപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, അതിലെ ഞാനിവിടെ പുറമെ, ഇപ്പം ദുബായിലെ പുറമെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നല്ലത് ജോലി ചെയ്യണത്. വീട്ടിലേക്ക് ഒരു മാസം കുറച്ച് പൈസ അയക്കും വേണം, നമുക്ക് ജീവിക്കും വേണം, അതിൻ്റെ ഭാഗമായിട്ടാണ് ജോലി ചെയ്യണത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അങ്ങനെയല്ല. ഈ അങ്ങനെ ട്രാവൽ ചെയ്യണു, ലോകം മൊത്തം കാണുന്നു, പക്ഷെ അതിന് പൈസയും കിട്ടുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് ജോലി ചെയ്യണമെന്നുള്ളൊരു തോന്നലല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഇത്. അപ്പം ഞാൻ ഇപ്പോൾ കുട്ടികളുടെ അടുത്തൊക്കെ എപ്പോഴും പോയി സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന സമയത്ത് അപ്പോൾ ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും പെട്ടെന്ന് ഈ പോയിന്റിലേക്ക് എത്താൻ കഴിയില്ല. ഈ പോയിന്റിലേക്ക് എത്താനുള്ളൊരു പണിയുണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പോൾ പുറത്തെവിടെയെങ്കിലും പോണ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് പോണ സമയത്ത് നമ്മൾ വരുന്ന സമയത്ത് തന്നെ ബാക്ക് സ്റ്റേജിലൊക്കെ റെഡിയാക്കി കസാലൊക്കെ ഇട്ട് അതിൽ വരുന്നുണ്ടല്ലോ, സിനിമയിലൊക്കെ പാടിയ ഒരാളല്ലേ എന്ന് ചോദിച്ചിട്ട് നമ്മളെ ഇരുത്തി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്ന കമ്മിറ്റിക്കാരുണ്ടാവും. ഇതേ ഞാൻ ഒരു 5-6 വർഷം കൊണ്ട് പോകുമ്പോൾ ആർക്കും അറിയാതെ അവിടെ എവിടെയെങ്കിലൊക്കെ ഇരുന്നോ പരിപാടി ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയം അങ്ങനെ നമ്മൾ കയറി വന്നായതുകൊണ്ടേ നമുക്ക് വലിയ വേദനകളൊന്നുമില്ല. അതുകൊണ്ട് നമുക്കറിയാം ഇത് എവിടെ ഏറ്റവും അവസാനം ഇതാണ്, അൾട്ടിമേറ്റ് ഇതിന്റെ അറ്റം ഇതാണ്. അപ്പൊ ഇനിയിപ്പോ എവിടെയെങ്കിലും പോണ സമയത്ത് നമുക്ക് അപ്പോൾ പുറമേയുള്ള വേറെ ആൾക്കാരെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് അറിയാതെ തന്നെ കഴിയുമ്പോൾ നമുക്ക് വലിയ സങ്കടമൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ പുതിയ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. പിന്നെ എല്ലാവർക്കും മനസ്സിലൊരു ഗതികേട് ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മളിവിടെ കൂടിയിരിക്കണ എല്ലാവർക്കും ആയാലും ഒരു ഘട്ടം വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുകയാണ്, ഞാൻ രക്ഷപ്പെടുവോ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ, എവിടെയെങ്കിലും എത്തുവോ, ആകെ കുടുങ്ങി പോവോ, ചിലപ്പോ ഒരു 2 കൊല്ലം കഴിയുമ്പോൾ ഇതൊക്കെ നിന്നാലോ, ഞാൻ എന്താ ചെയ്യുക, വേറെ ജോലി എനിക്ക് അറിയില്ലല്ലോ. ആ ഒരു ബുദ്ധിമുട്ടേ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അത് മോഹൻലാലിനും മമ്മൂട്ടിക്കൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഉണ്ടത്. അയ്യോ ഞാൻ ആകെ തകർന്നു പോലെ ആലോചിക്ക. അപ്പൊ എന്നോട് ഞാൻ ഇങ്ങനത്തെ ഒരു സംസാരം എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞപ്പോ അവൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ ആലോചിച്ചോക്ക് നാട്ടിൽ എത്ര ആൾക്കാരുണ്ട് എൻ്റെ പ്രായമുള്ള. എൻ്റെ ഒരു ഇപ്പൊ ഈ യാത്ര ചെയ്യണ പോലെ യാത്ര ചെയ്യലും കുറച്ചേലും പൈസ കിട്ടണത് ഈ ഏറ്റവും താഴ്ന്ന ഈ ആണോ? അപ്പൊ ഞാൻ അല്ല, അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അങ്ങനെ നീങ്ങണത്. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. ഞാനെപ്പോഴും എടുക്കണ പണി വൃത്തിയായിട്ട് എടുക്കുക, അവിടെ ഒരിക്കലും കള്ളത്തരം കാണിക്കരുത്. ഒരു പാട്ട് നന്നായി ചെയ്യണ സമയത്ത് അവിടെ എന്തെങ്കിലും കാട്ടിയിട്ട് അവസാനം ഇറങ്ങി ചെയ്യുമ്പോൾ അതും കൂടി ചെയ്താൽ മതിയായിരുന്നല്ലോ എന്നൊരു തോന്നരുത്. അവിടെ മാക്സിമം എടുത്ത് പോകാൻ ശ്രമിക്കുക. പിന്നെ അതൊക്കെ തിരിച്ചറിഞ്ഞ് ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും കാര്യം നമ്മുടെ അടുത്തേക്ക് വരും, അങ്ങനെയും കൂടി കരുതുന്ന ആളാ. അതായത് സിനിമയുണ്ടോ അതിന്റെ മീൻസ് ഫ്യൂച്ചർ ചിന്തകളിൽ സിനിമയിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഒരു സൈഡിലുണ്ട്, അപ്പൊ അതിനെ രണ്ടിനെ എങ്ങനെയാ കാണുന്നത് ഫ്യൂച്ചറിൽ? സിനിമ നല്ല വർക്കുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം സിനിമയുള്ള വലിയൊരു മാസ് മീഡിയ അല്ലേ. നമ്മളൊരു സ്റ്റേജിൽ കയറി പാട്ട് പാടുമ്പോൾ ഒരു 4000 ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സിനിമയിൽ പാടി ഇപ്പൊ ഈ ആടുപൊന്മയില് ഈ സിനിമ വർക്കാവുമ്പോ പാട്ടുകാരനും വർക്കാവുന്നു, പാട്ടുകാരനും ചർച്ചയാവണം. അപ്പൊ അതൊരു വലിയൊരു സ്പേസാ. പക്ഷെ സിനിമയിൽ മാത്രം കാണുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കുറെ ഇൻഡിപെൻഡന്റ് സിംഗേഴ്സ്, ഉദാഹരണത്തിന് വേടനത്തിന് എടുക്കാം, ഒക്കെ ഇൻഡിപെൻഡന്റ് പാട്ടുകളാ, സ്വന്തം ഓഡിയോ
പ്ലാറ്റ്ഫോം വഴി സ്വന്തം ഇറക്കുന്നു, ഏറ്റെടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ നമ്മൾ എത്ര കണ്ട് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനെ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റണമെന്ന് അങ്ങനെ. അതുപോലെ ഇപ്പൊ സിനിമ അല്ലാതെ അതിലുള്ള പല പാട്ടുകളും ഭയങ്കരമായി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതില് ഭയങ്കര പ്രതീക്ഷയോ അല്ലെങ്കിൽ നമുക്കൊരു നെഞ്ച് പെടച്ചിലൊക്കെ തോന്നിയൊരു പാട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രളയമൊക്കെ കഴിഞ്ഞ സമയത്ത് ഈ എന്താ പറയാ നെഞ്ചോളം വെള്ളം കയറിയ ആ പാട്ടുണ്ടല്ലോ. ആ പാട്ട് എന്ന് വെച്ചാൽ അതിന്റെ ശബ്ദത്തിൽ പോലും ഒരു പ്രതീക്ഷയും വേദനയും എല്ലാം ചേർന്നൊരു സാധനം. ആ പാട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ കിട്ടിയ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അത് സത്യത്തില് വേറെ മണി എന്താണ് നമ്മളെ മ്യൂസിക് ഡയറക്ടർ ചെയ്തൊരു പാട്ടാണ്. എന്താണ് പിന്നെ ഞാനത് ആ കോണ്ടക്സ്റ്റിൽ പാടി. അതാ ഓരോ പാട്ടും ഓരോ കോണ്ടക്സ്റ്റിൽ ആവശ്യമാണല്ലോ. അത് പാടിയ സമയത്ത് അത് ഒന്നായിട്ട് ഏറ്റെടുത്തു. അപ്പോൾ അത് നല്ല റെസ്പോൺസ് ആയിരുന്നു ആ പാട്ട്. ഞാൻ അതിന് മുൻപ് പാടിയിട്ടും ആൾക്കാരെ ഏറ്റെടുത്തിരുന്നു. അപ്പൊ വരികൾക്ക് ഭയങ്കര ലൈഫുള്ള വരികളാണ്. നെഞ്ചോളം വെള്ളം കയറിയ നാടിനെ നമ്മൾ കരകയറ്റി, കടലോളം നെഞ്ചോളം വെള്ളം കേറിയ നാടിനെ നമ്മൾ കരകയറ്റി, കടലോളം വീശിയടിച്ച കാറ്റിനെ നമ്മൾ മലകേറ്റി. ഇക്കാലം മാറും നമ്മുടെ കാലക്കേടുകൾ കഥയാകും, നാം ഒന്നായി കൂടിയിരിക്കും നാളെത്തും വൈകാതെ. തകതെയ്ത 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 തകതാര തകതെയ്ത 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 തകതാര. പണിയില്ല കാലം മാറും ഈ മാരി കടന്നേ പോ, ചങ്കുതളർന്നാടിയിരിക്കണ കാലം പോകും ചങ്ങാതി. 4 ആളായി 40 പേരായി കൂടിയിരുന്ന വരാന്തകളിൽ വൈകാതെ നാം എത്തും, പുതിയൊരു ലോകം കൂടെ വരും. തകതെയ്ത 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 തകതാര തകതെയ്ത 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 തകതാര. അതുപോലെ ഇപ്പൊ ഇതിലുമേറെ പണ്ട് ഞങ്ങൾ പൊരുതി നിന്നതാ എന്ന് പറയുന്ന പാട്ട്, ഇതൊക്കെ എന്നുവെച്ചാൽ അതില് വളരെ എക്സ്പ്ലിസിറ്റ് ആയി തന്നെ പൊളിറ്റിക്സ് പാട്ടിൽ പറയുന്ന ഒരാളാണ്. രാഷ്ട്രീയം ഇപ്പം ഇതിൽ തന്നെയാണെങ്കിലും ഇതില് പഞ്ചമിയുണ്ട്, അല്ലെങ്കിൽ ഇണ്ടന്തുരുത്തി മനയുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തൊക്കെ വില്ലുവണ്ടിയുണ്ട്, എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഈ പൊളിറ്റിക്കലായി നമ്മൾ ആർട്ടിനെ പൊളിറ്റിക്കലായി കൂടി അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ആർട്ടിലൂടെ നമുക്ക് ഒരു പൊളിറ്റിക്കൽ ഐഡിയ കൂടി നമുക്ക് കൺവേ ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അങ്ങനെ കൂടി നോക്കുമ്പോൾ അതിപ്പോ വലിയ ചർച്ചയും കൂടിയാണ്. ആ രീതിയിൽ ഇപ്പൊ റാപ്പ് മ്യൂസിക്കിനൊക്കെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന തരത്തിലേക്കൊക്കെ വരുന്നു. ഇതൊരു പ്രത്യേക പൊളിറ്റിക്സ് പറയുന്നത്. ഇപ്പം അംബേദ്കറേറ്റ് പൊളിറ്റിക്സിൽ നിൽക്കുമ്പോൾ തന്നെ അതിന് വലിയ ഒരുപാട് അടരുകളുള്ള അല്ലെങ്കിൽ അത്രയും സാധ്യതകളുള്ള ഒന്നുകൂടിയാണല്ലോ. അപ്പൊ അതിനൊക്കെ ഈ പറഞ്ഞ പോലെ പാട്ടുകളുടെ പേരിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പൊ സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്നൊക്കെയുള്ള ആക്രമണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കാം. ഈ സാഹചര്യത്തിൽ ഇതേപോലെ തന്നെ വില്ലുവണ്ടിയെ കുറിച്ചും പഞ്ചമിയെ കുറിച്ചും ഒക്കെ പാട്ട് ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ് അതിലെങ്ങനെയാ അതിനെ കാണുന്നത്? അതെ, ഇപ്പൊ അടുത്താണ് അതൊക്കെ ചർച്ച ചെയ്യണത്. ഞാനിത് ചെയ്യണമെങ്കിൽ കുറെ കാലമായി. നമ്മളെ അടുത്തറിയുന്നവർക്കൊക്കെ ഇത് നന്നായിട്ട് അറിയാം. ഇതിലുമേറെയൊക്കെ 2-3 വർഷം മുൻപ് ഇറക്കിയ പാട്ടാണ്. അതിന് മുൻപ് നമ്മൾ സംസാരിക്കുന്നുണ്ട്, നമ്മൾ പാടുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത് ഈ റാപ്പ് സിംഗർ ആയിട്ടുള്ള വേടന്റെ വിഷയം വന്ന സമയത്ത് തന്നെ പാരലായിട്ട് അപ്പോൾ കൈരൽ TV ചാനല് പങ്കുവെച്ച ഞാൻ എന്താണ് പിണറായി ഫെസ്റ്റിന് പാടുന്ന ഇതിലുമേറെ, അതിന്റെ അടിയിൽ ഞാൻ വേടനാണ് സംശയിച്ചിട്ട് ഒരുപാട് കമന്റുകൾ വന്നിരുന്നു. അതിനുശേഷം അതറിയോ, ഇങ്ങനത്തെ ഞാൻ എപ്പോഴും ആലോചിക്കണമെന്ന് അറിയോ, പറയണതൊന്നും നുണയല്ലല്ലോ, സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പക്ക പൊളിറ്റിക്കൽ അല്ലാത്തൊരു സമൂഹമാണ് പുതിയ കാലഘട്ടമാണ് വളർന്നു വരുന്നത്. ക്യാമ്പസുകൾ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി, സ്വന്തം ആഘോഷങ്ങളും സ്വന്തം ചെറിയ അങ്ങനെ വരുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിലല്ലോ പറഞ്ഞു വെക്കണത്. അതിന്റെ പുറത്ത് ഇതൊക്കെ നടന്ന സംഭവങ്ങളല്ലേ, ഇതൊക്കെ ആയിരുന്നു, ഇങ്ങനെയൊക്കെയാണ്. ഞാൻ എപ്പോഴും വേദികളിൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെ വളർത്തി വലുതാക്കുന്നത് വലിയൊരു സമൂഹമാണ്. അപ്പൊ ആ സമൂഹം എങ്ങനെ കെട്ടിപ്പടുത്തുവെന്നും ജാതിക്ക് മതത്തിനപ്പുറത്തൊക്കെ മനുഷ്യർ ഇങ്ങനെ അതിഗംഭീരമായി നിന്ന് കൂടിയിരുന്ന് പാട്ടും പാടിയൊക്കെ പോരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് മനുഷ്യരെത്തിയത് വലിയ സ്ട്രഗിൾ ചെയ്തിട്ടാണ് എന്നുള്ളത് എപ്പോഴെങ്കിലും ബോധിപ്പിക്കണമല്ലോ. പക്ഷെ നമ്മളെ പാട്ടുകളിൽ പറഞ്ഞു വെക്കാം എന്നുള്ള രീതിയിൽ ഞാൻ നമ്മുടെ പാട്ടുകളൊന്നും എന്താണ് നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ പൊളിറ്റിക്സ് പറയാനുള്ളതിനപ്പുറത്ത് വേറെ രീതിയിലേക്കൊന്നുമല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടവരുണ്ട്, ഒരുപാട് ഇതിനെ എതിർക്കുന്നവരുണ്ട്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമ്പോൾ എന്താണ് ഫേസ്ബുക്കിലൊക്കെ റീലൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കുറെ കമന്റുകൾ കാണാം. ഞാൻ പിന്നെ അതൊന്നും നോക്കാൻ പോകാറില്ല. ഈ ഭയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടല്ലോ. ഇപ്പൊ വേടന്റെ ഇഷ്യൂലാണെങ്കിൽ നമുക്കിപ്പോ പല രീതിയിൽ അന്ന് ആ സമയത്തുണ്ടായ ചർച്ചകൾ, പിന്നീട് എന്താ പറയാ NR മധു അല്ലെങ്കിൽ KP ശശികല നടത്തിയ പരാമർശങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ഇപ്പൊ ജാതി ഭീകരത വളർത്തുന്നതാണിത് എന്നൊക്കെയുള്ള തരത്തിലേക്ക്. പക്ഷെ ഇത് യാഥാർത്ഥ്യമാണെന്നും ഇത് പറയുന്നത് ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പക്ഷെ ഇതിലൂടെ ഭയപ്പെടുത്തുക, നിങ്ങൾ
ഇത്തരം പൊളിറ്റിക്സ് ഒന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു ഭീഷണി കൂടി അതിനകത്തുണ്ട്. അതെ. ഈ ഭീഷണിയെ കൂടി നേരിടുക എന്നൊരു ഉത്തരവാദിത്വം കൂടിയില്ലേ ആർട്ടിൽ? നിങ്ങൾ ഇങ്ങനെ നിന്ന് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതിനെ കൂടി ഫൈറ്റ് ചെയ്യണമെന്നുള്ള ഒരു കാര്യം കൂടി. അത്തരത്തിലുള്ള വേദികളൊക്കെ നമുക്ക് ഒരിക്കലും നമ്മളെ വിളിക്കാറില്ല. പിന്നെ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മനുഷ്യര് ഒരിക്കലും ഇപ്പൊ ഈ ശശികലയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ പേടിക്കുന്നുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും. പാട്ടിനെ പല രീതിയിലൊക്കെ എന്തിനു പാട്ടിനെ പേടിക്കണ ആവശ്യം എന്താ എന്ന് ചോദിക്കുമ്പോൾ ഞാനെപ്പോഴും നമ്മളെ നാടകമൊക്കെ ചെയ്തിരുന്ന നമ്മളെ സഫ്തറാഷ്മിനെയൊക്കെ കുറിച്ച് പരാമർശിക്കുന്ന സമയത്തെ ഒരു തെരുവ് നാടകം ചെയ്തുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് തലക്കടിച്ച് കൊന്നത്. അതായത് തലക്കടിച്ച് വന്നത്. അതായത് അന്നവിടെ അവരുടെ പുസ്തകത്തിൽ അവസാനം അവരുടെ കൂട്ടുകാരൻ പറഞ്ഞൊരു വാക്കുണ്ട്, നാടകം കാണാൻ വേണ്ടിയിട്ട് 1000 പേര് വന്നിരുന്നു, ചില ദിവസങ്ങളിൽ 1000ന്റെ മുകളിൽ ആൾക്കാരും വന്നിരുന്നു, ഞങ്ങളെ നാടകം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ സഫ്തറിനെ തലക്കടിച്ച് വന്നതിന് ശേഷം ആ ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങളെ അനുഗമിച്ചിരുന്നത് ലക്ഷങ്ങൾ വരുന്ന ആൾക്കാരായിരുന്നു. അവരൊക്കെ എവിടെ ഉള്ളവരാണെന്നോ എന്തിനെന്നാണോ ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. വല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അതായത് ഒരു പാട്ടിലൂടെ ഒരു ആർട്ട് ഫോമിലൂടെ ഒരു കാര്യം പറയുമ്പോൾ അതിനെ ഏറ്റെടുക്കാൻ വലിയൊരു സമൂഹം തന്നെ ഉണ്ടാവും. അപ്പോൾ പറയുന്ന കാര്യം ചിലർക്ക് എതിരെയാവുമ്പോൾ അത് അവർക്ക് വല്ലാത്ത പേടിയാണ്. അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ചിലവർക്ക് തോന്നുന്നത്. അതുപോലെ ഇപ്പം അതിന്റെ കൺസേർട്ടുകൾ കാണുന്ന സമയത്ത് ഇപ്പൊ ഞാൻ നേരത്തെ വന്നപ്പോൾ ആദ്യം ഞാൻ അതിനോട് ചോദിച്ചത്, അതായത് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഫുൾ ഓൺ എനർജിയാണ്. എനർജി എന്ന് പറഞ്ഞാൽ ഞാൻ ചില സമയത്ത് ഇത് കണ്ടിട്ട് അയ്യോ ഈ മനുഷ്യന് തളർച്ച ഉണ്ടാവില്ലേ എന്നുള്ളൊരു തോന്നല്. കാരണം ഫുൾ ടൈം നിങ്ങൾ ആളുകളുടെ കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട്, ആളുകളുടെ കൂടെ അത്രയും ആ എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പം ഈ സ്റ്റേജ് എന്ന് പറയുന്നൊരു വികാരം ഉണ്ടല്ലോ, അതെങ്ങനെയാ? സ്റ്റേജ് ഒരു ക്ലാസ് റൂമാ സത്യത്തില്. നമുക്ക് ഓഡിയൻസിനെ കണ്ടറിയും അതെങ്ങനത്തെ ഓഡിയൻസ് ആണ്, അവർക്ക് എന്ത് വേണം എന്നുള്ളത്. ഒരുപാട് കാലമായില്ലേ ഇപ്പൊ ഞങ്ങൾ ചെറുപ്പ കുട്ടികളെ മുതൽ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ എനിക്ക് ഓരോ വേദിയും ഓരോ പുതിയ സ്കൂളുകളും പുതിയ ക്ലാസ് റൂമുകളും ഒരു ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ മാക്സിമം ചെയ്യണം. നമുക്ക് വേദിയിൽ കയറുന്നത് അയ്യോ കുഴങ്ങിയല്ലോ. നമ്മൾ എപ്പോഴും നമ്മളെ മാനേജ് ചെയ്യുന്ന കൂട്ടുകാരൻ പറയാറുണ്ട് 1.5 മണിക്കൂറോട്ടോ കോൺസേർട്ട്, അതിന്റെ മുകളിൽ പോകരുത്. പക്ഷെ ഞാനൊരു 4-5 പാട്ട് പാടി കഴിയുമ്പോഴേക്കും അവൻ പറയും സമയം കഴിയാനായി പറയണ. പക്ഷെ നമ്മളിത് സമയം പോണതേ അറിയുന്നില്ല. നമ്മളത് ഇങ്ങനെ മാക്സിമം ആഘോഷിച്ച്. പക്ഷെ ചിലവരൊക്കെ ചോദിക്കാനുണ്ടാവും, അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഈ ലഹരിയുടെ ഭാഗമായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും കഴിച്ചിട്ടാണോ അല്ലെങ്കിൽ നമ്മളങ്ങനെ അത്തരത്തിൽ ഒരു സാധനവും ഇല്ലാതെ നമ്മൾ വേദിയിൽ കയറുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്, അതൊരു വേറെ. ആരാണെന്ന് അറിയോ, ഒരു മനുഷ്യൻ കുറച്ച് ആൾക്കാർ തിന്നിട്ട് വലിയൊരു ക്രൗഡിനെ മൊത്തം ഡാൻസ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് എന്ത് രസമുള്ള കാര്യമാണ്. അപ്പൊ അത് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് വീണ്ടും അത് വേദികളിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം. അതുപോലെ തന്നെ ഈ കസരയിൽ നിന്ന് കേൾക്കുന്ന ആളുകളൊന്നും പുറകിലേക്ക് മാറിയിരിക്കണം. ചില ക്യാമ്പസുകളിലൊക്കെ പോകുമ്പോഴേ കുട്ടികൾക്ക് കളിക്കണം എന്നുണ്ടാവും. ചില ആൾക്കാർ കുറച്ച് മുന്നിൽ നിന്നിട്ട് ആ ഒരു സൈസ്. അപ്പൊ ഞാനത് ഇടപെട്ട് ബാക്കി പുറത്തൊക്കെ ഇറങ്ങി പൊതുവെ ഒരു കോൺസെർട്ടിന്റെ വിപരീതമായിട്ട് ആരും പുറത്ത് എല്ലാരും കൂട്ടി അങ്ങനെ ഉഷാറാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ദിവസത്തെ വേദിയാവും. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസത്തെ ഓർമ്മയാണത്. നമ്മളെന്നും ആലോചിക്കും കോളേജ് ഡേ പറയുമ്പോ അന്നത്തെ അവരുടെ പരിപാടി. എന്നോട് കുറെ പേരെ അങ്ങനെ പറയാറുണ്ട്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് പോയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പോലും ആ ദിവസം ഒരിക്കലും മറക്കൂല. നമ്മൾ ആദ്യമായിട്ട് ബാഗൊക്കെ എടുത്ത് ഞാൻ അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ പോയ സമയത്ത് ഫസ്റ്റ് ദിവസം കണ്ട ആൾക്കാർ അവരുടെ ഡ്രസ്സൊക്കെ ഇപ്പോഴും മൈൻഡിലുണ്ടാവും. അപ്പോൾ അവരുടെ എത്രയോ വർഷക്കാലം കൊണ്ട് നമ്മൾ വന്ന ആ ഓർമ്മ ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഓടി വന്നിട്ട് പറയണ്ടാവും, മാഷിന് എന്നെ ഓർമ്മ ഉണ്ടോ, ഞാനെന്നാ സ്കൂളിൽ വന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഓരോ മനസ്സിൽ അത്ര ഉണ്ട് നമ്മള്. അതൊരു വലിയ കാര്യമല്ലേ. അത് ഈ കലാകാരന്മാർക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പാട്ടുകൂടി തുടികൊട്ടി പാടിച്ചു. എന്തായാലും നേരത്തെ പറഞ്ഞ നമ്മളെ എല്ലാവരും ആദ്യമായിട്ട് സിനിമയിലൊക്കെ വരുന്നതിന് മുന്നേ കേൾക്കുന്നത് ഇതിലുമേറെ എന്നുള്ള പാട്ടാണ്. ഇപ്പോഴും എല്ലാ വേദികളിലും പോയി കഴിഞ്ഞാലും പരിപാടി കഴിയുന്നതിന്റെ കുറച്ച് മുൻപെങ്കിലും ആരെങ്കിലും വന്നിട്ട് അത് പാട്ട് പാടുകയും ഞാൻ അങ്ങനെ കാത്തിരിക്കും. ചില വേദികളിലൊക്കെ ഇരിക്കണ സമയത്തേ അയാളാവൂട്ടാ അത് ചോദിക്കാൻ പറ്റുന്നത്. സത്യം അതൊരു വേറെ രസമാണ്. കാരണം നമുക്ക് അറിയാം മാനസികമായിട്ട് എന്താണ് നോക്കണ സമയത്ത്. ഇപ്പൊ കഴിഞ്ഞ ഏത് വേദിയിലായിരുന്നു അത്, നമുക്ക് തിരുവനന്തപുരത്ത് ഒരു വേദിയിൽ നിശാഗൻ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ എന്താണ് സർക്കാരിന്റെ കനകക്കുന്നിൽ നടക്കുന്ന പരിപാടിക്ക് ഒരു നീല ഷർട്ട് ഇട്ട ഏട്ടൻ അപ്പുറത്ത് കൂടെ അങ്ങനെ വന്നിട്ട് എന്നെ നോക്കിയപ്പോൾ സമയത്തിന് മനസ്സിലായി അയാൾ വന്നത് ആ പാട്ടിന് വേണ്ടിയിട്ടാണ്. കറക്റ്റ് ഞാൻ ആ എക്സിറ്റ് അടിച്ചു അവിടെ പോയി ചോദിച്ചപ്പം ഇതിലും വേറെ. അപ്പൊ ഞാൻ പറഞ്ഞ ഓക്കെ മനസ്സിലായി. അപ്പൊ അങ്ങനെ ചോദിക്കണ ഒരു പാട്ടാ, നമ്മുടെയും ഫേവറേറ്റ് പാട്ടാ. ഇപ്പൊ ഏട്ടൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ ആൾക്കാർ ഏറ്റെടുക്കാതെ പോവില്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ ഒരു പാട്ടിലൂടെ. ഈ ഒരു പാട്ടിലൂടെയാണ് ഇന്ന് എല്ലാവരും തിരിച്ചറിയണത്.
അതിന്റെ കുറച്ച് വരികൾ പാടാം. ഓക്കെ. എഴുതിയത് നമ്മളെ കൂട്ടുകാരൻ ശ്രീഹരി തന്നെയാണ്. ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. തിണ്ടലുള്ള വഴികളും ചെവിയടച്ചൊരിയവും പഞ്ചമിക്കു പതിതമായ പള്ളിക്കൂടവും. തിണ്ടലുള്ള വഴികളും ചെവിയടച്ചൊരിയവും പഞ്ചമിക്കു പതിതമായ പള്ളിക്കൂടവും. ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ.